അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മുസ്തഫ ലുത്ഫി മൻഫലൂത്തി അദ്ദേഹം ഫ്രഞ്ചിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഗ്രന്ഥമാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. മാജിദ് വലീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ പാഠഭാഗത്തിൽ മാജിദ് വലീൻ സൂസൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയിലേക്ക് എഴുതുന്ന ഒരു കത്ത് രൂപത്തിലാണ് ഈ ഭാഗം കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്, മാജിദ് വലീൻ സൂസനോട് പറയുകയാണ്, ആ കത്തിലൂടെ പറയുകയാണ്, നീ ഈ കത്ത് വായിക്കുകയോ അല്ലെങ്കിൽ ഈ കത്തിനെ കീറിക്കളയോ അത് രണ്ടും എൻ്റെ അടുക്കൽ സമമാണ്. കാരണം നീ അറിയേണ്ടതോ അല്ലെങ്കിൽ നീ നോക്കേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യവും ഈ കത്തിലില്ല. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, വസന്തത്തിലെ മരങ്ങളെല്ലാം അതിൻ്റെ പുഷ്പങ്ങളെ കൊണ്ട് പുഞ്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിനക്ക് എഴുതുന്ന ഈ ഒരു സമയത്ത് ലില്ലി പൂവുകളുടെ അതിൻ്റെ ചില്ലകൾ, അതുപോലെ തന്നെ ബനഫ്സജി പുഷ്പങ്ങൾ, അതൊരു വയലറ്റ് നിറത്തിലുള്ള ഒരു തരം പുഷ്പമാണ്. നമ്മൾ ചെമ്പരത്തി മോഡലുള്ള ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ആ തരത്തിലാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു ബനഫ്സജി പൂക്കളും അതിൻ്റെ മണവും, ആ മണത്തെയെല്ലാം ഈ വസന്തകാലത്തിലുള്ള മന്ദമാരുതൻ കാറ്റ് എൻ്റെ റൂമിൽ ഒരുമിച്ച് കൂട്ടിയതായിട്ടുള്ള ആ ഒരു അവസരത്തിലാണ്. അതായത് ഞാനിങ്ങനെ ഈ എഴുതുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു മണം ഈ വസന്തകാലത്തിലുള്ള കാറ്റ് എൻ്റെ റൂമിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. എൻ്റെ റൂമിൽ ഇതിൻ്റെയൊക്കെ ഒരു മണം കാറ്റ് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിനക്ക് എഴുതുന്നത്. പിന്നീട് നിന്നോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വലിയൊരു ആശയമൊന്നുമില്ല എന്ന് എനിക്കറിയാമെങ്കിലും നിന്നോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ ഒഴിഞ്ഞു കിടന്നിരുന്ന മുകളിലെ റൂമിൽ പുതിയതായിട്ട് ഒരു ചെറുപ്പക്കാരൻ താമസിക്കാൻ വന്നിട്ടുണ്ട്. അയാളുടെ പേര് സ്റ്റീഫൻ എന്നുള്ളതാണ്. അയാളുടെ സ്വഭാവം ഒരു വിചിത്രമായിട്ടുള്ള സ്വഭാവമാണ്. ഏകാന്തതയിൽ ജനങ്ങളെ തൊട്ടൊക്കെ ഉൾവലിഞ്ഞ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തെ കാണുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് എന്തോ ദുഃഖമുണ്ട് എന്ന് തോന്നിപ്പോകും. ആ രീതിയിലാണ് അയാളുടെ പ്രകൃതമുള്ളത്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ അയാൾ തോട്ടത്തിലേക്ക് ഇറങ്ങും. തോട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ എല്ലാ ദിവസവും ഒരു പുസ്തകം ഉണ്ടാവും. ആ പുസ്തകം ഒരു ദിവസവും മാറാറില്ല. അതായത് എല്ലാ ദിവസവും ഒരേ പുസ്തകം തന്നെയാണ് അയാൾ തോട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ കൂടെ ഉണ്ടാവുക. അങ്ങനെ അയാൾ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി അവിടെ അയാൾ അത് വായിക്കാൻ വേണ്ടിയിരിക്കും. എന്നിട്ട് അയാളുടെ കണ്ണുകളെ ആദ്യത്തെ വരിയിൽ തന്നെ അദ്ദേഹം പിടിച്ചിരുത്തും. അഥവാ ആദ്യത്തെ വരിയിലേക്ക് മാത്രമേ അയാൾ നോക്കുകയുള്ളൂ. അതിനെ തൊട്ട് അയാളുടെ കാഴ്ച തെറ്റുകയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ തല ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നോക്കുന്ന ആളുകൾക്ക് അവൻ വായിക്കുന്നതായിട്ട് തോന്നും എന്നുള്ള രീതിയിൽ ഞാൻ അവൻ്റെ മുന്നിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അവൻ തല പതുക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ള അഭിവാദ്യം എന്നോട് അർപ്പിക്കും. പിന്നീട് അവൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ എഴുന്നേറ്റ് കൊണ്ട് ഒന്നുകിൽ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ അവൻ്റെ റൂമിലേക്ക് കയറി പോവുകയും ചെയ്യും. ഇത് കാരണത്താൽ ഞങ്ങൾക്കിടയിൽ വലിയ പരിചയമൊന്നും ഇതുവരെ ഇല്ല. ഇനിയൊന്നും ഉണ്ടാവും എന്നും തോന്നുന്നുമില്ല. കാരണം ഞാൻ അവനിലേക്ക് പരിചയപ്പെടാൻ ഏതായാലും പോവില്ല. അവൻ ഇങ്ങോട്ട് വരുന്നതും എനിക്കത്ര താല്പര്യമൊന്നുമില്ല. ഇത്തരം സാഹചര്യത്തിൽ ഒരു സാധാരണ സ്ത്രീ ചോദിക്കാറുള്ള പല ചോദ്യങ്ങളുണ്ടാവും. എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം കൂടെ ഞാൻ പറയാം. നീ വിചാരിക്കുന്നത് പോലെ അവൻ അങ്ങനെ ഭംഗിയുള്ള അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള ഒരാളൊന്നുമല്ല. മറിച്ച് അവനെ കാണുമ്പോൾ തന്നെ ഒരു പരുക്കൻ സ്വഭാവവും അതുപോലെ തന്നെ നിശ്ചലമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അവനുള്ളത്. അവനെ കാണുന്ന ആളുകൾക്ക് ഒരു മടുപ്പ് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രകൃതമാണ് അവനുള്ളത്. മറ്റൊരു കാര്യം, ഒരു ദിവസം രാത്രിയിൽ എൻ്റെ റൂമിൻ്റെ ജനലുകളെല്ലാം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ രാത്രി സമയത്ത് അവൻ ഒരു ദുഃഖഗാനം, ഒരു ഖേദത്തിലുള്ള ഒരു ദുഃഖഗാനം പാടുന്നതായിട്ട് ഞാൻ കേട്ടു. അത് വളരെയധികം നല്ല രീതിയിൽ, നല്ല എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ അവൻ പാടുന്നുണ്ട്. പക്ഷേ ഒരു പാട്ടുകാരൻ്റേതായിട്ടുള്ള ഒരു ടോണോ അല്ലെങ്കിൽ ആ ഒരു നിയമങ്ങളൊന്നും പാലിക്കുന്നില്ലെങ്കിലും നല്ല എഫക്റ്റീവായ രീതിയിൽ അയാൾ പാടുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ സംഗീതം അറിയുന്ന ആൾക്കാർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പക്ഷേ ദുഃഖമുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗീതമായിരുന്നു അവൻ പാടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഉപ്പ അവനോട് കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളത്, അവൻ നല്ല പഠിക്കുന്ന ബുദ്ധിയുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്നാണ്. എനിക്കറിയാം ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊക്കെ നിന്നെ മടുപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം നിനക്കും എനിക്കും ബന്ധമില്ലാത്ത ഒരാളെക്കുറിച്ചാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. നീ എന്നെ ആക്ഷേപിക്കരുത്. കാരണം ചെറിയൊരു ഗ്രാമത്തിൽ താമസിക്കുന്ന, നിറങ്ങളും ചിത്രങ്ങളുമെല്ലാം സമാനമായിട്ടുള്ള ഇത്തരത്തിലൊരു ഗ്രാമത്തിൽ താമസിക്കുന്ന, അധിക വിജ്ഞാനവും ഇല്ലാത്ത എന്നെ പോലെയുള്ള ഒരു സാധാരണ സ്ത്രീക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി തീർക്കാൻ കഴിയുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് പേജുകൾ നിറക്കാൻ കഴിയുള്ളൂ. കാരണം ഇവിടെയുള്ള ചെറു ഗ്രാമത്തിൽ ഇവിടെയുള്ള രാവിലോ പകലിലോ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലും വ്യത്യാസമൊന്നുമില്ല. ഇവിടെ സൂര്യൻ പുതിയ കാഴ്ചകൾക്ക് മേൽ ഉദിക്കുന്നില്ല. അതുപോലെ തന്നെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളെ തൊട്ട്, രംഗങ്ങളെ തൊട്ട് സൂര്യൻ അസ്തമിക്കൊന്നുമില്ല. അഥവാ എല്ലാ ദിവസവും ഒരുപോലെ കഴിഞ്ഞു നീങ്ങുന്ന ഒരു സാധാരണ ഗ്രാമീണ യുവതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ എന്നെ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലുള്ള ഒരു കത്താണ് ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ പാഠത്തിൽ നിന്നുള്ള അഥവാ ഈ മാജിദ് വലീൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇഖ്തിബാസുകളാണ് പറയുന്നുള്ളത്.
ഇനി ഈ ഭാഗത്ത് മാജിദ് വലി എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത ഫസലുകളായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കോട്ടുകളാണ് ഇവിടെ അവസാനമായിട്ട് പറയുന്നുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ ആശയം പറഞ്ഞു പോകാം. ആദ്യത്തെ കോട്ടിൽ പറയുന്നത് ലാ റദീല ഫി ദുനിയ റദീലത്തുൽ ഫഷിൽ, പരാജയത്തിൻ്റെ അത്ര നിന്ദതയുള്ള ഒരു കാര്യവും ഈ ലോകത്തില്ല. ഏറ്റവും വലിയ നിന്ദ്യമായിട്ടുള്ള കാര്യം അത് പരാജയമാണ്. അതുപോലെ തന്നെ സത്യത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളും നല്ല വഴികൾ തന്നെയാണ്. ഈ വിജയിക്കുന്ന ആളുകളൊന്നും അവർ വിജയിച്ചത് എന്തുകൊണ്ടാണ്? അവർ അവരുടെ വിജയത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളിലും അവർ പോയി മുട്ടിയിട്ടുണ്ട്. അവർ ഒന്നും മോശമായിട്ട് കാണുന്നില്ല. തെറ്റിപ്പോവോ അല്ലെങ്കിൽ ഞങ്ങൾ നിന്ദ്യരായി പോവോ എന്നവർ വിചാരിക്കാതെ എല്ലാ വഴികളിലും പോയി അവർ മുട്ടി നോക്കിയിട്ടുണ്ട്. എന്നാൽ പരാജയപ്പെടാൻ കാരണം എന്താണ്? അവർ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ്, ഒരു വഴിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, അവിടെ പോയി മുട്ടുന്നതിന് മുമ്പ് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ള അവർ തെറ്റിനെ പലതും തെറ്റായി പോകുമോ എന്നുള്ള ചിന്ത, അതുപോലെ തന്നെ ഒരുപാട് ചിന്തിക്കുക, ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് ചിന്ത കാരണമാണ് അവരെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. എന്നിട്ട് അവർ പറയും ഇത് ഹറാമാണ്, ഇത് ഹലാലാണ്, ആ രീതിയിൽ അവർ പറയും. അത് കാരണത്താലാണ് അവർ പരാജയപ്പെട്ടു പോയത്. എന്നാൽ വിജയിച്ചവരാവട്ടെ അവർ ഒരു മടിയും കൂടാതെ എല്ലാ വഴികളിലും പോയി മുട്ടി നോക്കിയിട്ടുണ്ട്. അടുത്തതായി മൻഹുമുല്ലദീന യംലികൂന ദുവറൽ ഖുസൂർ, ഈ വീടുകളെയും കൊട്ടാരങ്ങളെയൊക്കെ ഉടമപ്പെടുത്തിയിട്ടുള്ളത് ആരാണ്? അതുപോലെ തന്നെ ഈ വിശാലമായിട്ടുള്ള ഭൂമി ഉടമപ്പെടുത്തിയിട്ടുള്ളത് ആരാണ്? അതുപോലെ ഈ നിറഞ്ഞ വീടുകൾ ഉടമപ്പെടുത്തിയത് ആരാണ്? അവരുടെ ഖജനാവുകളാണെങ്കിൽ അവരുടെ സ്വർണത്തിൻ്റെ ഖജനാവുകൾ അത് തീജ്വാല കൊണ്ട് പ്രകാശിക്കുന്ന തിരമാലകളാൽ തിരമാലയടിക്കുന്നുണ്ട്. അത്രയേറെ സ്വർണ്ണങ്ങൾ അവരുടെ ഖജനാവിലുണ്ട്. അവരല്ലേ യഥാർത്ഥത്തിൽ ജനങ്ങൾ അവരെ എന്താണ് സമ്പന്നർ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ, സമ്പന്നർ, അതുപോലെ തന്നെ പ്രതാപികൾ എന്നൊക്കെ വിളിക്കുന്ന അവരല്ലേ യഥാർത്ഥത്തിൽ കള്ളന്മാരും അതുപോലെ തന്നെ അക്രമികളും അലൈസുൽ മുജ്രിമീൻ, അവരല്ലേ യഥാർത്ഥത്തിൽ കള്ളന്മാരും അതുപോലെ തന്നെ അക്രമികളൊക്കെ ആയിട്ടുള്ളത്? എങ്ങനെയുള്ള ആൾക്കാരാണ്? ജനങ്ങൾ അവരെ എന്താണ് വിളിക്കുന്നത്? വലിയ പ്രതാപികൾ അതുപോലെ തന്നെ സമ്പന്നർമാർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവരല്ലേ യഥാർത്ഥ കള്ളന്മാർ എന്നാണ് അദ്ദേഹം ആ ഒരു കോട്ടാണ്, അതിൻ്റെ ആശയം അങ്ങനെയാണ് വരുന്നത്. അടുത്ത കോട്ടിൽ പറയുന്നത് മൻഹുമുല്ലദീന യസ്ഹറൂന ലൈല തോവീൻ, ആരാണ് വിശന്നവനായ നിലക്ക് രാത്രി ഉറക്കമൊഴിക്കുന്നത്? അഥവാ വിശന്നുകൊണ്ട് ആരാണ് ഉറക്കമൊഴിക്കുന്നത്? അവരുടെ കൺപോളകൾക്ക് ഉറക്കമില്ല. അവരുടെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്, തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അവർ ഭക്ഷണത്തെ അന്വേഷിക്കുന്നു. എന്നാൽ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഉരുള പോലും അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഇറക്ക് പോലും അവർക്ക് ലഭിക്കുന്നില്ല. എങ്ങനെയല്ലാതെ അവരെന്താണ് അവരുടെ ഹൃദയത്തിൻ്റെ രക്തത്തിൽ നിന്ന് ഹിജാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കേടായിട്ടുള്ള രക്തം എടുക്കുന്ന ഒരു പ്രോസസ്സിനാണ് ഹിജാമ എന്ന് പറയുക. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള രക്തം എടുക്കുന്ന ഒരു പ്രോസസ്സിനാണ് ഹിജാമ എന്ന് പറയുക. അപ്പോൾ ആ രീതിയിൽ അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള രക്തം ഒലിപ്പിച്ചിട്ടല്ലാതെ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ഇറക്ക് വെള്ളം പോലും, അല്ലെങ്കിൽ അത്രയ്ക്കും കഷ്ടപ്പാടാണ് അവർക്ക് എന്താണ് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാൻ അത്രയ്ക്കും കഷ്ടപ്പാടാണ്. അവരല്ലേ യഥാർത്ഥത്തിൽ വലിയ മഹാരഥന്മാരും അതുപോലെ തന്നെ നല്ലവരും ശ്രേഷ്ഠരുമായിട്ടുള്ള ആളുകൾ അവരല്ലേ? എങ്ങനെയുള്ളവരാണ് അവരെ ജനങ്ങൾ വിളിക്കുന്നത്? അതേപോലെ തന്നെ അവർ സ്വന്തത്തെ വിളിക്കുന്നത് വളരെയധികം നീചന്മാരും അതേപോലെ തന്നെ അധപ്പതിച്ചവരും എന്നാണ്. പക്ഷെ അവരല്ലേ യഥാർത്ഥത്തിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകൾ? ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.